യേശുവിനെ യേശു ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കണം. ഇവിടെ സ്നാപക യോഹന്നാന് ഒരു ചോദ്യം ഉണ്ടായി. വായിക്കാം 1 മുതലുള്ള വാക്യങ്ങൾ. യേശു 12 ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണത്തിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ, ഏത് യോഹന്നാൻ? സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച്. അപ്പോ സ്നാപക യോഹന്നാൻ ഇപ്പൊ എവിടെ കിടക്കാണ്? ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുമ്പോ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടു. ജയിലിൽ കിടക്കുമ്പോ ശിഷ്യന്മാര് സ്നാപക യോഹന്നാനെ കാണാൻ ചെന്നപ്പോ പറഞ്ഞു, യേശു ദേ ഇങ്ങനൊക്കെ ചെയ്യുന്നു, യേശു ദേ ഇങ്ങനൊക്കെ പ്രവർത്തിക്കുന്നു, യേശു ദേ ഇതെല്ലാം ചെയ്തു. സ്നാപക യോഹന്നാൻ ഇതെല്ലാം കേട്ടു. വായിക്കേ. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണോ? ചോദ്യം വളരെ വ്യക്തമാണ്. വരാനിരിക്കുന്നവൻ നീ, ഇസ്രായേൽ നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ മിശിഹ നീയാണോ? അതോ ഞങ്ങൾ വേറെ ആരെയെങ്കിലും കാത്തിരിക്കണോ? അപ്പോൾ അതെന്ത് സൂചിപ്പിക്കുന്നു? യോഹന്നാന് ഡൗട്ടായി തുടങ്ങി. യോഹന്നാന് ഡൗട്ട് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ പിന്നാണ് ഡൗട്ട് ആയത്. അവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യോഹന്നാൻ ആദ്യം ഡൗട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഡൗട്ട് ഇല്ലാത്തത്? ഇവൻ സ്നാനം സ്വീകരിക്കാൻ വരുമ്പോ പറയുന്നു, അയ്യോ ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്നെ എന്നോട് നീ സ്നാനപ്പെടുത്താൻ പറയുന്നോ? അപ്പൊ ഡൗട്ടില്ല. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഡൗട്ടുണ്ടോ? പക്ഷെ ഇപ്പൊ ഡൗട്ടായി. ഡൗട്ട് ഇല്ലാതിരുന്ന ഒരുത്തന് പതുക്കെ പതുക്കെ ഡൗട്ടായി തുടങ്ങി. അങ്ങനല്ലേ അത്? അങ്ങനല്ലേ അത്? ആദ്യം ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. പിന്നെ 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 ദൈവം ഉണ്ടോ? സത്യത്തിൽ ഈ ധ്യാനഗുരുക്കന്മാര് പറയുന്നത് സത്യമാണോ? സത്യത്തിൽ ഈ വചന സത്യമാണോ? ഇത് പതുക്കെ പതുക്കെ തോന്നിത്തുടങ്ങും. അതെന്തുകൊണ്ടാണ്? അതാണ് ഇപ്പോ ചിന്തിക്കുന്നത്. യോഹന്നാന് ഡൗട്ടില്ലായിരുന്നു, യോഹന്നാന് ഡൗട്ടായി വരികയാണ്. യോഹന്നാൻ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിക്കുകയാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനോട് പറഞ്ഞേ. എന്താണ് നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും? അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, നല്ല വാർത്ത പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ഒന്നാമത്തെ പ്രശ്നം ഇതാണ്. എന്തുകൊണ്ടാണ് യോഹന്നാൻ സംശയിച്ചത്? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? എന്താ യോഹന്നാന് ഡൗട്ട് വരാൻ കാര്യം? എന്താ? യേശുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അപവാദം യോഹന്നാൻ കേട്ടോ? എന്തായിരിക്കും യോഹന്നാൻ ഒരു ഡൗട്ട് വരാൻ കാര്യം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞങ്ങൾക്ക് ദൈവം സഹായിച്ചൊന്നും തോന്നുന്നില്ല. എന്താണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായിരിക്കും ചേച്ചി? എന്തായിരിക്കും കാരണം? യോഹന്നാൻ ഈ ഡൗട്ട് വരാൻ കാര്യം എന്താ? അതിനൊരു കാര്യമുണ്ട്. 2-ാം വാക്യം വായിക്ക്. യോഹന്നാൻ എവിടെ 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 യോഹന്നാൻ ഇപ്പൊ എവിടെ കിടക്കുന്നേ? കാരാഗ്രഹത്തിൽ. മിശിഹ ആരാണ്? രക്ഷകൻ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാൻ ചിന്തിച്ചിട്ടുണ്ടാവും, കാരാഗ്രഹം തകർത്ത് രക്ഷകൻ എന്നെ വെളിയിൽ കൊണ്ടുവരും. പക്ഷെ കൊണ്ടുവന്നില്ല. അപ്പൊ ഡൗട്ടായി. ശ്രദ്ധിച്ചിരിക്കണം. മർമ്മപ്രധാനമായ ഒരു ആശയത്തിനകത്തുണ്ട്. അതായത് താൻ പ്രതീക്ഷിച്ച വിധത്തിലല്ല കർത്താവ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിടിയിട്ടുന്നുണ്ടോ? ഞാൻ വിചാരിച്ചതുപോലല്ല ഈശോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈശോ നീ സത്യമാണോ? ഞാൻ വരച്ച വരയിലൂടല്ലല്ലോ കർത്താവെ നീ നടക്കുന്നത്. അപ്പൊ നീ ഉണ്ടോ ശരിക്കും? കർത്താവ് പറയാണ്, നിനക്ക് തോന്നുന്നത് പോലല്ല ഞാൻ തന്നെ. ഞാൻ എന്താണോ അത് ഞാനായിരിക്കുന്നത് പോലെ നീ മനസ്സിലാക്കിയില്ലെങ്കിൽ അയ്യോ നിനക്ക് കഷ്ടം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനായിരിക്കുന്നത് പോലെ
എന്നെ നീ മനസ്സിലാക്കണം. യോഹന്നാൻ എന്നാ വിചാരിച്ചത്? യോഹന്നാൻ വിചാരിച്ചു ഇപ്പോൾ കാരാഗൃഹത്തിന്റെ ഇരുമ്പഴികൾ തകർത്തുകൊണ്ട് രക്ഷകൻ ഇങ്ങനെ ഭാഷ വരുന്നത് പോലെ വരും. വന്നിട്ട് എല്ലാവരെയും പടയാളികളെല്ലാം ഇങ്ങനെ നോക്കുന്നതേ ഉള്ളൂ. പല സൈഡിലായിട്ട് ഇങ്ങനെ തെറിച്ചു പോകും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇരുമ്പ് ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുന്നു, ഇരുമ്പഴികൾ വലിച്ചു പറിക്കുന്നു. എന്നിട്ട് യോഹന്നാനെ പൊക്കിയെടുത്ത് വെളിക്കൊണ്ടിരുന്നു. അങ്ങനൊന്നും സംഭവിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? 5-6 കണ്ണുവട്ടന്മാരുടെ കണ്ണ് തുറക്കപ്പെടുന്നു, 5-6 ബദിർ കേൾക്കുന്നു, കുറച്ചു പേരുടെ കുഷ്ഠം മാറുന്നു. പിന്നെ എല്ലാവരോടും സുവിശേഷം പറയുന്നു. യോഹന്നാൻ പ്രതീക്ഷിച്ചത് മൈറ്റി ഡീഡ്, കർത്താവ് കൊടുത്തത് മൈറ്റി വേർഡ്. യു സീ ദ ഡിഫറൻസ്? യോഹന്നാൻ പ്രതീക്ഷിച്ചത് ശക്തി, കർത്താവ് കൊടുത്തത് വചനം. അപ്പൊ ശരിക്കും കർത്താവ് ഉണ്ടോ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വാഗ്ദാനങ്ങൾ നിറവേറിയത് യോഹന്നാൻ പ്രതീക്ഷിച്ച വിധത്തിലല്ല. യോഹന്നാൻ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞത്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രവചനത്തിന്റെ ആത്മാവ് വന്നപ്പോ യോഹന്നാൻ പറഞ്ഞു. പക്ഷെ യോഹന്നാന് പിന്നെ തോന്നുകയാണ്, അത് സത്യമാണോ? നീയാണ് എന്നെക്കാൾ വലിയവൻ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പിന്നെ തോന്നുകയാണ്, അത് സത്യമാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ. ആത്മാവ് സഹായിക്കണ ഹൃദയത്തിൽ. അതായത് എല്ലാം. എന്നാൽ കർത്താവിന്റെ മറുപടി എന്തെന്നറിയാം? യോഹന്നാനെ, നീ വിചാരിച്ചതുപോലല്ല എന്റെ വഴികൾ പൂർത്തിയാവുന്നത്, മറിച്ച് തിരുവചനത്തിൽ എന്തെഴുതപ്പെട്ടിരിക്കുന്നോ അതനുസരിച്ച് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഒരു വചനം കൂട്ടിയത് പറയുകയാണ്. യെശയ്യാ 35:5 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരന്റെ ചെവി അടഞ്ഞിരിക്കില്ല, മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു പായും. മരുഭൂമിയിൽ, വരണ്ട ഭൂമിയിൽ അരുവികൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമി ജലാശയമായി മാറും. ഇതൊക്കെ യെശയ്യാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യേശു വരുന്നതിന് ഏതാണ്ട് 600-700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവചിച്ചത്. കർത്താവ് പറയാണ്, അതെല്ലാം ഇപ്പോൾ നിറവേറുകയാണ്. യോഹന്നാനെ, കാരാഗൃഹത്തിൽ നിന്ന് നിന്നെ വെളി കൊണ്ടുവന്നത് നടന്നില്ലെങ്കിലും യെശയ്യാ പ്രവചിച്ച ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ഒന്നാമത്തെ കാര്യം വ്യക്തമായോ? അതായത് യോഹന്നാൻ പ്രതീക്ഷിച്ച വിധത്തിലല്ല ഈശോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, മറിച്ച് വചനം പറഞ്ഞ വിധത്തിലാണ്. എന്താണ് നമുക്ക് കിട്ടുന്ന പാഠം? നമ്മൾ വിചാരിക്കുന്ന വഴിക്ക് ജീവിതം പോകാത്തപ്പോൾ ചിന്തിക്കരുത്, യേശു പ്രവർത്തിക്കുന്നില്ലേ? എല്ലാം നിറവേറുക തന്നെ ചെയ്യും. ആകാശം മാറിയാലും ഭൂമി മാറിയാലും വചനത്തിന് മാറ്റം വരില്ല. എല്ലാം നിറവേറും. കർത്താവ് അരുളി ചെയ്തതെല്ലാം നിറവേറും. നമ്മൾ വിചാരിച്ച വഴിക്ക് അതാവണമെന്നില്ല. വിശ്വസിക്കുക. അവന്റെ കയ്യിൽ അവന്റെ കയ്യിൽ അന്ധമായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. അന്ധമായിട്ട് വിശ്വസിക്കുക. അന്ധമായിട്ട് കർത്താവ് എല്ലാം നിറവേറ്റി തരും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അന്ധമായിട്ട് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ജീവിതം നമ്മൾ വിചാരിച്ച പോലെ ഇതുവരെയും ജീവിതം പോയില്ല. നമ്മൾ വിചാരിച്ച വഴിക്കല്ല ജീവിതം. അന്ധമായിട്ട് ഒരു കണ്ണുപൊട്ടനെ പോലെ അവന്റെ കൈ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക.